OPയിൽ വന്നിട്ട് പേഷ്യൻസ് എപ്പോഴും പറയുന്നതാണ്, സാറേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കഴിഞ്ഞ ആഴ്ച പെട്ടെന്നാണ് ക്യാൻസർ തുടങ്ങിയത്, അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആളാണ്, അങ്ങനെ ക്യാൻസർ വന്ന് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ സംസാരിക്കും. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെയും ക്യാൻസർ പെട്ടെന്ന് തുടങ്ങുന്നതല്ല. ക്യാൻസർ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പേ ആളുടെ ബോഡിയിൽ ക്യാൻസർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച മുമ്പേ വയറുവേദനയായിട്ട് വന്ന ഒരാൾക്ക്, അല്ല ഒരാഴ്ച മുമ്പേ ബ്രസ്റ്റിൽ മുഴയായിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് വന്ന ആൾക്ക് ബ്രസ്റ്റിലെ മുഴ സ്റ്റാർട്ട് ചെയ്യുന്നത് 4-5 വർഷം മുമ്പായിരിക്കും. ഓരോ തവണ അതിൻ്റെ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഡബിളായി, പിന്നെ അതിൻ്റെ ക്വാഡ്രപ്പിളായി, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രം വലുപ്പമുള്ളൊരു മുഴയാവുന്നത്. ഒരു കോശം, ഒരു ക്യാൻസർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് തൊടാൻ പാകത്തിലൊരു 1-2 സെൻറ്റിമീറ്റർ ആകുമ്പോഴേക്കും ഏകദേശം 2-3 വർഷം പിടിക്കും. എന്നിട്ട് പേഷ്യൻ്റ്, സാധാരണഗതിയിൽ ഒരു പേഷ്യൻ്റ് അത് നോട്ട് ചെയ്ത് വരുമ്പോഴേക്കും 5-6 വർഷം പിടിക്കും. അതായത് കഴിഞ്ഞ ആഴ്ച കണ്ട മുഴ, നമുക്ക് ക്യാൻസർ ആണെന്ന് കഴിഞ്ഞ ആഴ്ച ഡയഗ്നോസ് ചെയ്ത മുഴ ആക്ച്വലി ബോഡിയിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി കാണാം. ഇനി സെർവൈക്കൽ ക്യാൻസറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ HPV എന്ന് പറയുന്നൊരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് അവിടെ ഇൻഫെക്ഷൻ വന്ന് തുടങ്ങി അത് പിന്നീട് ഒരുപാട് വർഷങ്ങൾ അതിൽ സെല്ലുകളിൽ ചേഞ്ചസ് വന്നിട്ട് അത് ക്യാൻസർ ആകുമ്പോഴേക്കും 20-അടുത്ത് വർഷങ്ങൾ, 10 മുതൽ 30 വർഷം വരെ എടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, ക്യാൻസർ നമ്മുടെ ബോഡിയിൽ പ്രവർത്തനം തുടങ്ങി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നത്. ഈ ഒരു കാരണത്താലാണ് ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണണം. ആക്ച്വലി അതിനേക്കാളും മുമ്പേ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ക്യാൻസർ കണ്ടുപിടിക്കാൻ. അല്ലാതെ ക്യാൻസർ നമ്മളെ ബുദ്ധിമുട്ടിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാൻസറിനെ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോഴേക്കും ക്യാൻസറിൻ്റെ സ്റ്റേജും അത് ഒരുപാട് കടന്നുപോയി കാണും.